പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഒക്ടോബർ 6 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് ശിൽപ ഇന്ദു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 99 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 104 പേർക്ക് രോഗമുക്തി. ഖത്തറിലേക്ക് വരുന്നവർക്കുള്ള പുതിയ യാത്രാ നിർദ്ദേശം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദോഹ കിഗാലി റൂട്ടിൽ നേരിട്ടുള്ള വിമാന സർവീസ്, കോഡ് ഷെയർ കരാർ ഒപ്പിട്ട് ഖത്തർ എയർവേസ്. കാബൂളിൽ നിന്നുള്ള 6ാമത്തെ വിമാനം ഖത്തറിലെത്തിയതായി റിപ്പോർട്ട്. അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ വിദേശകാര്യമന്ത്രി. ഖത്തറിന്റെ ഇ-കൊമേഴ്സ് വിപണി വൻ കുതിപ്പിലേക്കെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 99 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 49 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 104 പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,35,506 ആയി. രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണനിരക്ക് 606 ആണ്. ഖത്തറിലെ നിലവിൽ 1035 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 14 പേർ ICUവിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 4063 ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തു. രാജ്യത്ത് വാക്സിനേഷൻ പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷം 47,44,058 ഡോസ് വാക്സിനുകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. ഖത്തറിലേക്ക് വരുന്നവർക്കായി പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പുതിയ യാത്രാ നയം ബാധകമാകുന്നത്. ഇന്നു മുതൽ ഖത്തറിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാരും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പ്രത്യേക അണ്ടർടേക്കിംഗ് ആൻഡ് അക്നോളജ്മെന്റ് ഫോം പൂരിപ്പിച്ച് കയ്യിൽ കരുതണം. ഫോം പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, ഓൺലൈൻ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം എന്നിവയിൽ നിന്നും ലഭ്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഖത്തർ അംഗീകൃത വാക്സിൻ സ്വീകരിച്ച എല്ലാ യാത്രക്കാർക്കും 2 ദിവസത്തെ ക്വാറന്റൈൻ മതിയാവും. എന്നാൽ ഇന്ത്യയിൽ വെച്ച് വാക്സിൻ എടുത്തവർ ദോഹയിലെത്തി 2ാം ദിവസം ആന്റിബോഡി ടെസ്റ്റിന് വിധേയരാകണം. ഖത്തറിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് RT-PCR ടെസ്റ്റിൽ നെഗറ്റീവായാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. കുട്ടികൾക്കും യാത്രാനുമതി നൽകിയതാണ് പുതിയ യാത്രാ നിബന്ധനയിലെ സുപ്രധാന തീരുമാനം. ഇതുപ്രകാരം രാജ്യത്തെത്തുന്ന സ്ഥിരതാമസക്കാരായ 12 വയസ്സിന് മുകളിലുള്ളവർ 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം. വാക്സിൻ എടുത്ത രക്ഷിതാക്കളോടൊപ്പം വരുന്ന 11 വയസ്സ് വരെ പ്രായമുള്ള വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്കും ഇതേ നിയമമാണ് ബാധകമാകുന്നത്. അതേസമയം യാത്രക്കാർ ഖത്തറിലെത്തി 36 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തണം. വാക്സിൻ എടുക്കാത്തതോ വാക്സിനേഷൻ പൂർത്തിയാക്കാത്തതോ ആയ യാത്രക്കാർക്ക് 7 ദിവസമാണ് ഹോട്ടൽ ക്വാറന്റൈൻ. എന്നാൽ സന്ദർശക വിസയിൽ വരുന്ന 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ഖത്തറിലേക്ക് പ്രവേശനം അനുവദിക്കില്ല തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ആഫ്രിക്കയിലേക്കും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും യാത്രക്കാർക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിന് ഖത്തർ എയർവേസും റുവാൻഡ് എയറും തമ്മിൽ പുതിയ കോഡ് ഷെയർ കരാറിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ട്. ഡിസംബർ മുതൽ ദോഹ കിഗാലി റൂട്ടിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതായും കരാറിൽ പറയുന്നു. ടിക്കറ്റിംഗ്, ചെക്കിംഗ്, ബോർഡിംഗ്, പാക്കേജ് ചെക്ക് പ്രക്രിയകൾ ലളിതമാക്കുന്ന തടസ്സമില്ലാത്ത റിസർവേഷൻ സംവിധാനവും ഇത് വാഗ്ദാനം ചെയ്യുന്നു. പുതിയ കരാറിലൂടെ യാത്രക്കാർക്ക് മികച്ച സേവനങ്ങൾ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അക്ബർ അൽ ബേക്കർ വ്യക്തമാക്കി. ആഫ്രിക്കയെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി വളരെ വേഗം ബന്ധിപ്പിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം പുതിയ കോഡ് ഷെയർ കരാർ US, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രയോജനകരമാകുമെന്ന് ഇരു എയർലൈനുകളുടെയും തലവന്മാർ വ്യക്തമാക്കി. കാബൂളിൽ നിന്നുള്ള 6ാമത്തെ അടിയന്തര ഒഴിപ്പിക്കൽ വിമാനം ഇന്ന് ഖത്തറിലെത്തിയതായി റിപ്പോർട്ട്. വിമാനത്തിൽ അഫ്ഗാനിലെ ക്രിക്കറ്റ് ടീം ഉൾപ്പെടെ 300ഓളം പേരാണ് ഉണ്ടായിരുന്നത്. കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും ദോഹയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ അഫ്ഗാനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ, ജപ്പാൻ, ബെൽജിയം, അയർലൻഡ്, UK, ജർമ്മനി, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വദേശികളും ഉൾപ്പെട്ടിരുന്നതായി ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ലുൽവ അൽ ഖാദിർ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഖത്തറിലേക്ക് ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്ലൈറ്റായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം കാബൂളിൽ നിന്നും 230 അഭയാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഹമദ് വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. UAE-യിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്.
UAEയും ഖത്തറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തതെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തർ ഉപരോധം പിൻവലിച്ചതിനു ശേഷമുള്ള മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുടെ ആദ്യ UAE സന്ദർശനമാണിത്. അതേസമയം ഓഗസ്റ്റിൽ UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അബുദാബി കിരീടാവകാശിയുടെ സഹോദരനുമായ ഷെയ്ഖ് തഹുനാൻ ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ച പരസ്പര ബന്ധം ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഖത്തറിന്റെ കൊമേഴ്സ് വിപണി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ചില്ലറ വ്യാപാരികളും ഉപഭോക്താക്കളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് വ്യാപകമായി മാറുന്നതിനാൽ രാജ്യത്തെ കൊമേഴ്സ് വിപണിയിലെ കുതിപ്പ് ഇനിയും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യകതയിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിയാണ് രാജ്യത്തെ ഡിജിറ്റൽ മേഖലയിലേക്കുള്ള മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചത്. ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിച്ചിരുന്ന പല ഉപഭോക്താക്കളും ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഖത്തറിലെ കൊമേഴ്സിന്റെ വളർച്ചയ്ക്ക് ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഉയർന്ന കടന്നുകയറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രാജ്യത്തെ നിവാസികൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് മുതൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതുവരെ ഓൺലൈൻ ഷോപ്പിംഗ് മുഖേനയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് വ്യക്തികളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ഖത്തറിൽ കൊമേഴ്സ് വിപണി വളരുന്ന അതേ വേഗതയിൽ തന്നെ സോഷ്യൽ കൊമേഴ്സും വളർന്നുകൊണ്ടിരിക്കുന്നതായും അടുത്തിടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കാർസൺ കാർഗോ നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. കാർസൺ കാർഗോ അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ചു സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ കാർസൺ കാർഗോ. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 77213212 55732233. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരു കോവിഡ് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4101 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 3,03,895 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 2,99,148 പേർ രോഗമുക്തരാവുകയും ചെയ്തു. 98.4% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 8 പേർ ICUവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 25 പേരാണ് ചികിത്സയിലുള്ളത്. UAEയിൽ ഇന്ന് 156 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 216 പേർ രോഗമുക്തരാവുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പുതിയതായി നടത്തിയ 2,98,908 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,37,229 പേർക്ക് UAEയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,30,309 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരാവുകയും 2,107 പേർ മരണപ്പെടുകയും ചെയ്തു. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 12,616 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1932, തിരുവനന്തപുരം 1703, കോഴിക്കോട് 1265, തൃശൂർ 1110, മലപ്പുറം 931, കൊല്ലം 869, കോട്ടയം 840, പത്തനംതിട്ട 766, കണ്ണൂർ 698, ഇടുക്കി 656, പാലക്കാട് 634, ആലപ്പുഴ 569, വയനാട് 440, കാസർഗോഡ് 203 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 134 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,811. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 12,018 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 452 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,516 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.2 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 99 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 104 പേർക്ക് രോഗമുക്തി. ഖത്തറിലേക്ക് വരുന്നവർക്കുള്ള പുതിയ യാത്രാ നിർദ്ദേശം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദോഹ കിഗാലി റൂട്ടിൽ നേരിട്ടുള്ള വിമാന സർവീസ്, കോഡ് ഷെയർ കരാർ ഒപ്പിട്ട് ഖത്തർ എയർവേസ്. കാബൂളിൽ നിന്നുള്ള 6ാമത്തെ വിമാനം ഖത്തറിലെത്തിയതായി റിപ്പോർട്ട്. അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ വിദേശകാര്യമന്ത്രി. ഖത്തറിന്റെ കൊമേഴ്സ് വിപണി വൻ കുതിപ്പിലേക്കെന്ന് റിപ്പോർട്ട്.
പ്രസ് 4 ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.